അസ്സലാമു അലൈക്കും. എല്ലാവരും ചോദിച്ചില്ലേ എൻ്റെ വീട് എവിടെ എന്തായി എന്ന്. ഇതാ എൻ്റെ വീടിൻ്റെ പണി കണ്ടാ, ഇവിടം വരെ ആയി അൽഹംദുലില്ലാ. ഇത് ഇനി മണ്ണിട്ട് നികത്തണം. കിണർ വെട്ടിയില്ല, ആ തടി കിടക്കുന്നില്ല. ഇന്നലെ ജോലിക്കാരുണ്ടായിരുന്നു, അവിടെ ലൈൻ കമ്പി പോയേക്കുന്നുണ്ടാ. അപ്പോൾ ഈ ലൈൻ കമ്പി പോയിരിക്കുന്നത് കൊണ്ട് അവിടെ മുറിക്കാൻ JCBക്ക് പറ്റില്ലായിരുന്നു. പിന്നെ അത് കാതലുള്ള പ്ലാവാണ്, അപ്പോൾ അതൊക്കെ ഇവിടെയും പ്ലാവ് മുറിച്ചിട്ടേക്കുന്നുണ്ടാ. അപ്പോൾ അതെല്ലാം എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഞാൻ ഇന്നിവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ജോലിക്കാർക്ക് പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതിൻ്റെ മുറിപ്പ് ഇപ്പോൾ ഒരാളുണ്ടായിരുന്നു പണിക്ക്, അപ്പോൾ അവർക്ക് കൂലി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇത് ഇത്രയും വരെ എത്തി അൽഹംദുലില്ലാ. വലിയാമ്മച്ചി വലിയാപ്പ നല്ല സപ്പോർട്ടിന് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഇവിടം വരെ എത്തി. ഇനി അൽഹംദുലില്ലാ മേലോട്ട് കെട്ടിപ്പൊക്കണം. അടുത്തത് ഇത് 1.5 ലക്ഷം രൂപയാണ് പറഞ്ഞത്. 1.5 മാമച്ചി കൊടുത്തെന്ന് പറഞ്ഞ് ഇനി മേലോട്ട് മണ്ണിട്ട് നികത്തി അടുത്ത അടിസ്ഥാനം വരെ കറക്റ്റ് എമൗണ്ട് പറഞ്ഞിട്ടില്ല. ഇനി തടി മുറിപ്പ്, തടി നമ്മളതിലുണ്ട്, കുറച്ച് തൊളുക്കുഴിയിലും കൂടെ ഉണ്ട്. അവിടെ അത് ഉമ്മാൻ്റെ വീടാണ്. അപ്പോൾ അതും കൂടെ ആയി മുറിപ്പിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇവിടെ ഇട്ടാണ് പണിയണത്. ഇനിയിപ്പോൾ കൊണ്ടുപോയി ചീവി ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് പണി തുടങ്ങും. നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ വാർപ്പ് വരെ ഇപ്പോൾ സാധനങ്ങളെ വില കൂടുതലാണെന്ന്, 5 ലക്ഷം രൂപയായിരിക്കും ആവുന്നത്. കറക്റ്റ് എമൗണ്ട് പറഞ്ഞില്ല. ഇതിന് 1.5 രൂപ മാമച്ചി കൊടുത്തിട്ടുണ്ട്. അത് ആരെല്ലാമോ സഹായിച്ചത്. പടച്ചവനെ അവർക്കെല്ലാം ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയം കൊടുക്കണേ എന്നാണ് നീയത്ത്. അപ്പോൾ ഇവിടെ നിന്ന് മഴയാണ്. ഈ മഴയ്ക്ക് ഞാൻ കുടയും പിടിച്ചിട്ടാണ്. അവിടെയാണ് എൻ്റെ കുടുംബ വീട്. ആ വാഴ കാണുന്നില്ലേ, അവിടെയാണ് എൻ്റെ കുടുംബ വീട്. എനിക്ക് ഇഷ്ടദാനം തന്നത്. കാരണം ബേക്കിലോട്ട് വീട് വയ്ക്കാൻ കാരണം എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. നാളെ ഒരു സമയത്ത് അവൾക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് വഴിയിട്ട് ബേക്കിൽ ഇത്തിരി വീതി കുറവാണ്, ഫ്രണ്ടിൽ കുറച്ചും കൂടെ വീതിയുണ്ട്, അവിടം വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവൾക്ക് കൊടുക്കണമെങ്കിലും പിന്നൊരു സമയത്ത് എൻ്റെ അറിയാലോ അവസ്ഥ എങ്ങനെയാണ്. നാളെ റബ്ബിൻ്റെ ഇതിൽ എങ്ങനെ വിജയിക്കും എനിക്കറിയൂല. പക്ഷേ എനിക്ക് മോൾക്ക് കൊടുക്കണമെങ്കിൽ അവൾക്ക് ഫ്രണ്ട് എനിക്ക് കൊടുക്കാമല്ലോ വഴിയിട്ടിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബേക്കിലോട്ടൊരു വീട് വെച്ചത്. പിന്നെ ഇൻഷാ അല്ലാ നിങ്ങൾ കുറച്ച് പേരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ചെറിയ എമൗണ്ട് ആണെങ്കിലും അൽഹംദുലില്ലാ. അത് ഞാൻ ഈ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കും. പിന്നെ എനിക്കും മക്കൾക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇതിൽ പടച്ചവനെ ആരെല്ലാമോ സഹായിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയം കിട്ടണം. എൻ്റെ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേരെ സഹായങ്ങൾ കൊണ്ടിട്ടാണ് ഈ വീട് വരുന്നത്. കണ്ട, ഇതൊരു സിറ്റ് ഔട്ട് L ഷേപ്പ് ഹാളാണ് കേട്ടോ. ഈ ഹാള് പിന്നെ ഈ റൂം കണ്ട, അത് 2 റൂം, ഒരു കിച്ചൺ, ഒരു സ്റ്റോർ റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്. കാരണം 3 മക്കളാണ്, നമുക്ക് 2 റൂം മതി അൽഹംദുലില്ലാ. ഈ വീട് നല്ല രീതിയിൽ അങ്ങ് പൂർത്തിയായാൽ മതി. ഇനി ബേക്കിൽ ആ തടി കിടക്കുന്നിടത്താണ് കിണർ വെട്ടുന്നത്, അവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണെല്ലാം അടിസ്ഥാനത്തിൽ ഇടണം. കിണർ വെട്ട് ബുധനാഴ്ച ഇൻഷാ അല്ലാ തുടങ്ങും. നിങ്ങളുടെ ദുആ എനിക്ക് വേണം. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ അയലൊക്കെ ഉണ്ട്. അവിടെ ഒരു അയലുണ്ട്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ ഇറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ വാപ്പാരെ പെങ്ങളുടെ ഭർത്താവാണ് വീട് പണി ചെയ്യുന്നത്, മലാമീഹ്. അവർ എന്തുദ്ദേശമാണ് പടച്ചവനെ, അവർ എനിക്ക് വെച്ച് തരാൻ നല്ല നീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മാമ അധികം പൈസയൊന്നും നമ്മളെ നിന്ന് വാങ്ങൂല. അപ്പോൾ മാമാരെ വേണ്ടി എനിക്കൊരു ഉദ്ദേശത്തിലാണ് മാമ ഒന്നും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മോളുണ്ടായിരുന്നു, മോള് മരണപ്പെട്ടു പോയി. അവൾ ചെറിയ പ്രായമായിരുന്നു, 21 വയസ്സ്. അവൾക്ക് വയ്യായിരുന്നു, മരണപ്പെട്ടു പോയി. അവൾക്ക് ഈ ദുനിയാവിൽ വേദനകൾ മാത്രമേ റബ്ബ് കൊടുത്തുള്ളൂ. എൻ്റെ റൈഹാന മോൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ മാമ അതിന് വേണ്ടിയാണ്. എനിക്ക് മാമക്ക് ഒരു മോനും ഒരു മോളുമാണ്. അപ്പോൾ മാമാരെ മോളക്ക് വേണ്ടി നിങ്ങളും എനിക്ക് സഹായിച്ചവരെല്ലാവരും ദുആ ചെയ്യണം. മാമാക്ക് ക്ഷമയും സമാധാനവും ഒക്കെ കൊടുക്കണം. ഞാനും 3 മക്കളെ വളർത്തുന്നുണ്ട്. മാമാക്ക് പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു ഒന്നിനെ തന്ന് തിരിച്ചെടുത്ത്. മോള് മരിച്ചിട്ട് 2 വർഷം ആവാറായി. അല്ലാഹുവേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റൈഹാന. എൻ്റെ അനിയൻ്റെ പ്രായമാണ്, എടുത്ത് കൊണ്ട് നടന്ന മോളാണ്. അള്ളാഹു തിരിച്ചവളെ കൊണ്ടുപോയി. അപ്പം മാമാണ് എനിക്ക് വീട് പണി എടുത്ത് തരുന്നത്. മാമ ഇതിനകത്ത് ഒരു കൂലി പോലും മാമരെ പണിയിരതല്ലാതെ ഒന്നും മാമാക്കായിട്ട് എടുക്കൂല. അപ്പോൾ മാമാക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ എല്ലാവർക്കും, എൻ്റെ ഉപ്പാക്ക്, ഉമ്മാക്ക്, എൻ്റെ ഉമ്മച്ചീമ്മ വയ്യാണ്ടിരിക്കുന്നു, എന്താവുമെന്ന് അറിയൂല, അള്ളാഹു മാത്രമേ അറിയാവൂ. അപ്പം നിങ്ങൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇവിടം വരെ എത്തി, നിങ്ങളെനിക്ക് സഹായം ചെയ്യണം.
നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മഴ ആയതുകൊണ്ട് ഞാൻ കുടയും കൊണ്ടാണ് വന്നത്. അതാണ് ഈ കുടയുടെ തുമ്പ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്, മോഹമാണ് നമുക്കൊരു വീട്. അതെനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോൾ. എനിക്കൊരു ജോലിക്ക് പോകണം. ഇതാണ് എൻ്റെ കുടുംബ വീട് അവിടെ. അപ്പം നിങ്ങൾ സഹോദരങ്ങളെ എന്നെ സഹായിക്കുക. എൻ്റെ സഹോദരിമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സഹായിക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് മേലോട്ട്, അതായത് വീടിൻ്റെ പണി എന്തുണ്ടെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടും. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ കണ്ട വെള്ളമാണ്, ഈ വെള്ളം വന്നാൽ ഇവിടെ നിൽക്കും. വണ്ടി വന്നിട്ട് താന്നു പോയി ഒരു സമയത്ത്. എൻ്റെ സ്വപ്നവും മോഹവുമാണ് ആ വീട്. അള്ളാഹു എനിക്ക് ഇതിനകത്ത് ഒരു ദിവസമെങ്കിലും കയറി കിടക്കണം എന്നൊരു നീയത്തുണ്ട്. ഈ മക്കളെ സുരക്ഷിതമാക്കണം, എൻ്റെ പൊടികളെ. അപ്പോൾ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും. ദുആ ചെയ്യണം എല്ലാവരും. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ശരി, അസ്സലാമു അലൈക്കും.